people, welcome to സുമയുഗം. ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. വേറൊന്നുമല്ല, അങ്കമാലിയിൽ നിന്ന് നമ്മളൊരു കൊച്ചു പപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ന് അവർ പെറ്റ് ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് നൈറ്റ് 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ബൈപ്പാസിൽ അവരെത്തിക്കാന്ന് പറഞ്ഞു. ഇതിനു മുന്നേ നമ്മുടെ കയ്യിൽ 2 പപ്പീസ് ഉണ്ടായിരുന്നു, ഒരു അപ്പനും മോനും. അതിൽ മോന്റെ കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കേസ്. ഭയങ്കര അനുസരണയുള്ള എൻ്റെ പപ്പയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു കേട്ടോ. വയറ്റിൽ അവന് ചെറിയൊരു ഇൻഫെക്ഷൻ അടിച്ചത് നമ്മൾ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു ആദ്യം. എന്നിട്ടും അവനത് ഭേദമായില്ല. പപ്പയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അമ്മയോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് നമ്മൾ പോകുന്ന കേസ് ആയതുകൊണ്ട് അമ്മയോട് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയി എനിക്ക് അവനെ പിക്ക് ചെയ്യാനും പാടുള്ളത് കൊണ്ട് എൻ്റെ കസിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ വരാമെന്ന് പറഞ്ഞു. അപ്പം നൈറ്റ് ഞങ്ങൾ പോയി അവനെ പിക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ സമയം ഒരു 10:45 ആയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് പെതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. പപ്പയും അമ്മയും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ അമ്മയോട് ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് നമ്മുടെ ചുപ്രൂനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുമായാലും ഹെൽമെറ്റും എടുത്തിട്ടില്ല, റെയിൻകോട്ടും ഇട്ടിട്ടില്ല. ഇത് രണ്ടും ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പപ്പ ചോദിക്കുക എവിടെ പോവാന്നുണ്ട്. ആ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടും ഇടാതാ പോകുന്നത്. അപ്പോൾ നമ്മുടെ കസിനെ വെയിറ്റ് ചെയ്യാണ്. അവനിപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇതാണ് എൻ്റെ അമ്മാച്ചൻ്റെ മോനായി കേട്ടോ. പേര് ഷൈബു എന്നാണേ. ആയിരിക്കുന്ന ആശാനെ കണ്ടോ, അതാണ് ഞങ്ങളുടെ നാട്ടിലെ ചക്കര. ഞങ്ങളുടെ എല്ലാവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണത്. വളരെ കൊച്ചിലെ അവനിവിടെ വന്നതാ. അപ്പം ഞങ്ങളെല്ലാവരും ചോറ് കൊടുക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ മേളിലുള്ളൊരു ചേച്ചിയാണ് ചോറൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിലുണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ എല്ലാവരും കോഴിയുടെ വേസ്റ്റ് കൊണ്ടിടും. പഞ്ചായത്തുകാരാണെങ്കിൽ ഒരു ക്യാമറയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു രക്ഷയുമില്ല. ഈ സമയത്ത് ഇതിൽ ആർക്കും രാത്രി കാലങ്ങളിൽ നടക്കുന്നത് എനിക്ക് നോക്കിയിട്ട് അത്ര സേഫായിട്ട് തോന്നില്ല. കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇവർ തന്നെ കാര്യം. 1-2 അല്ല കേട്ടോ, കുറേ ഉണ്ട്. നമ്മളാ പോകുന്ന വഴിക്കും ഇനിയും ഉണ്ട് ആളുകൾ. ഇവരാ വേസ്റ്റ് തിന്നാൻ വേണ്ടി വരുന്നതാ. എന്തായാലും ഇവരുടെ കടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ചേർന്നങ്ങ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഇത്തിക്കര എത്താറായിട്ടുണ്ട് കേട്ടോ. ഇത്തിക്കര കൊച്ചുപാലമാണിത്. കൊച്ചുപാലം എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടേക്കെല്ലാം റോഡ് പണി നടക്കുക. റോഡ് പണിയല്ല ഗൈസ്, പാലത്തിൻ്റെ പണിയാണ് കേട്ടോ. പാലത്തിൻ്റെ പണി നടക്കുക. അപ്പോൾ നമ്മൾ പെതുക്കെ അങ്ങോട്ട് പോവുക. നമ്മൾ കൊച്ചുപാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. റെയിൻകോട്ടും ഇല്ല, ഹെൽമെറ്റും ഇല്ല. എൻ്റെ തലയെല്ലാം നനയുന്നുണ്ട്, മേലും നനയുന്നുണ്ട്. ഇവൻ്റെ ബാക്കിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. മഴ കാരണം ഞാനൊരു കടയിൽ കയറി നിൽക്കുക. ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ നമ്മുടെ ചുബ്രുവിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കണ്ടോളാൻ വയ്യാത്ത വെപ്രാളത്തിൽ നിൽക്കുക ഞാൻ. ഷൈബുനെ പറഞ്ഞു വിട്ടു, എനിക്ക് വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഷൈബുനെ പറഞ്ഞു വിട്ടത്. ഇരിക്കുന്നത് എൻ്റെ ചുപ്രു ആണോ? അതെ എൻ്റെ ചുപ്രു ഇരിക്കുന്നത്. വീഡിയോ എടുക്കലെന്ന് അവർ പറഞ്ഞു കേട്ടോ. സംഭവം ഞാൻ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ അവർ പോകാനായിട്ട് പോവുകയാണ്. നമ്മുടെ ചുപ്രുവിനെ നമുക്കിവിടെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഷൈബു അതിനെ പിടിച്ച്, ഷൈബുവിന് എന്താ വേണമെന്നറിയാൻ വയ്യ അവനെ കണ്ടിട്ടേ. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു 50 പൈസ കവറാണെങ്കിൽ അടുത്തൊരു കടയിൽ നിന്ന് മേടിച്ച് കേട്ടോ. മഴ കാരണം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നനയുമല്ലോ, അതുകൊണ്ട് ഞാൻ അതിനകത്ത് മേടിച്ച് അവനെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, മൂത്രത്തിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. എന്തായാലും വീടെത്തിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഞാൻ അവൻ്റെ കൊടുത്തിട്ടുണ്ട് ഫോൺ. അമ്മ കണ്ട ഉടനെ ആണെങ്കിൽ മേടിച്ച് അടുപ്പിലും അരകളിലൊക്കെ ഒഴിയുന്നുണ്ട്. പണ്ടത്തെ എന്തോ ആചാരമാണ്, വീട്ടിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. പപ്പയാണെങ്കിൽ സുബ്രുവിനെ അനുസരണയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കിതിനകത്ത് ഭയങ്കര വിഷമമായൊരു കാര്യം, വീഡിയോ എടുക്കാൻ കൊടുത്ത ആൾ വീഡിയോ എടുത്തില്ല. പപ്പയാണെങ്കിൽ ദേഷ്യപ്പെട്ടു കേട്ടോ. പൂച്ചയൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അമ്മ പറഞ്ഞു പൂച്ചയല്ല പപ്പ, അത് പട്ടിയാന്ന് പറഞ്ഞപ്പോൾ പപ്പ ആളാകെ മാറി. ഇപ്പോൾ അനുസരണയും ചട്ടമൊക്കെ പഠിപ്പിക്കുക. എവിടെ പഠിക്കാൻ, പുതിയ വീടൊക്കെ അല്ലേ, ഒന്ന് പൊരുത്തപ്പെട്ട് വരണ്ടേ ഞങ്ങൾ. എന്ത് തന്നെ ആയാലും ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നതാണ്. കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളങ്ങ് ഉറങ്ങുക കേട്ടോ. അപ്പം ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. നാളെ ഞങ്ങൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചുബ്രുവിൻ്റെ വിശേഷങ്ങൾ എല്ലാവരെയും അറിയിക്കാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഓക്കെ, ബൈ.